ഇടുക്കി തേക്കടിയിൽ വിനോദസഞ്ചാരികൾക്കായി കേരളം ഒരുക്കിയ പാർക്കിംഗ് ഗ്രൗണ്ട് സർവേ തുടങ്ങി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സർവേ ഓഫ് ഇന്ത്യയാണ് സർവേ നടത്തുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയ സ്ഥലം മുല്ലപ്പെരിയാർ പാട്ടഭൂമിയിലാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സർവേ നടത്തുന്നത്. തേക്കടിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുടെ പാർക്കിംഗ് പെരിയാർ കടുവാ സങ്കേതത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കുമളി ടൗണിനടുത്ത് വനംവകുപ്പിന്റെ കൈവശമുള്ള ആനവച്ചാലിൽ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. എന്നാൽ ഈ സ്ഥലം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പാട്ടം നൽകുന്ന 8000 ഏക്കറിൽ ഉൾപ്പെട്ടതാണെന്ന് കാണിച്ചാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സർവേ ഓഫ് ഇന്ത്യയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ ആരംഭിച്ചതും. സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുള്ള 5 അംഗ സംഘമാണ് സർവേ നടത്തുന്നത്. തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെയും കേരളത്തിലെ ജലസേചന വകുപ്പിലെയും ഉദ്യോഗസ്ഥരും സംഘത്തോടൊപ്പമുണ്ട്. സർവേ ഓഫ് ഇന്ത്യ മുമ്പ് വണ്ടിപ്പെരിയാർ, മുല്ലപ്പെരിയാർ എന്നിവിടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും നിശ്ചിത അകലത്തിൽ സർവേ നടത്താനായി പോയിന്റുകൾ രേഖപ്പെടുത്തും. വണ്ടിപ്പെരിയാർ മുതൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വരെയാണ് ആദ്യഘട്ടത്തിൽ ഇത് രേഖപ്പെടുത്തുക. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉൾപ്പെടെ സർവേ നടത്തി 3 മാസത്തിനുള്ളിൽ സുപ്രീം കോടതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശപ്രകാരം മുമ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ സർവേ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജലനിരപ്പ് 152 അടിയിലെത്തിയാൽ ഇവിടെ നിന്നും 500 മീറ്ററോളം അകലെ വരെയേ വെള്ളമെത്തൂവെന്ന് സർവേയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗ്രൗണ്ട് നിർമ്മിക്കുവാൻ അനുമതി നൽകിയത്. ഇതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ നിലനിന്നിരുന്ന മറ്റൊരു കേസിന്റെ ഭാഗമായി ഈ വാദമുന്നയിച്ച തമിഴ്നാട് രംഗത്തെത്തിയത്. മുമ്പ് നടത്തിയ സർവേയിൽ പാർക്കിംഗ് ഗ്രൗണ്ട് പാട്ടഭൂമിയിലല്ലെന്ന് കണ്ടെത്തിയതിനാൽ നിലവിലെ സർവേയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.